ആലുവക്കടുത്തുള്ള കൊണ്ടോട്ടിയിൽ കുറെ ഗുണ്ടകൾ ചേർന്ന് ഒരു മനുഷ്യനെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്ന ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും. നമ്മുടെ എല്ലാ ചാനലുകളും ഇത് വാർത്തയാക്കുകയും ഈ വീഡിയോ കാണിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഒരു ചാനലുകളും ഇതുവരെ ഇത് ഏത് ഗുണ്ടകളാണെന്നോ ഇത് ആരുടെ ഗുണ്ടകളാണെന്നോ ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്നാൽ അവിടുത്തെ നാട്ടുകാർക്ക് ഇത് ഏത് ഗുണ്ടകളാണ് എന്ന് പറയാൻ മടിയുണ്ടായിരുന്നില്ല. അവരെല്ലാവരും ഒരുമിച്ച് കൂടുകയും ഒരു വലിയ പ്രതിഷേധ പ്രകടനം നടത്തുകയും ചെയ്തു. അത് എങ്ങോട്ടാണ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അവർ നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലെ മുദ്രാവാക്യം കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലാകും അത് ആരാണ്, ഏത് ഗുണ്ടകളാണ് അത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾക്ക് ആ മുദ്രാവാക്യങ്ങൾ കേട്ടിട്ടും നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എങ്കിൽ ഞാൻ പറഞ്ഞു തരാം അത് ആരുടെ ഗുണ്ടകളാണ് എന്ന്. ഞങ്ങളുടെ പ്രിയരാം സോദരനെ വെട്ടിവീഴ്ത്തിയ തെമ്മാടികളെ, സുൽത്താൻ എന്നൊരു പറനാരെ നിങ്ങൾക്കെതിരായി ഉയരുന്ന പ്രതിഷേധത്തിൻ തീജ്വാല, ആത്മീയതയുടെ പേര് പറഞ്ഞ്, ആത്മീയതയുടെ പേര് പറഞ്ഞ് ചോര കുടിക്കും തെമ്മാടികളെ, സുൽത്താൻ എന്നൊരു പറനാരെ ഒരു നാൾ നീയും തെരുവിലിറങ്ങും, ഒരു നാൾ നീയും തെരുവിലിറങ്ങും. അന്ന് നിനക്കും പേപ്പട്ടിക്കും, അന്ന് നിനക്കും പേപ്പട്ടിക്കും ഒരേ ഗതി എന്നോർത്തോളൂ. ഞങ്ങളുടെ പ്രിയരാം സോദരരെ, ഞങ്ങളുടെ പ്രിയരാം സോദരരെ, വെട്ടിക്കൊല്ലാൻ നോക്കിയവരെ, ജീലാനിയിലെ ഗുണ്ടകളെ, ജീലാനിയിലെ ഗുണ്ടകളെ, ഇല്ല ഇല്ല നടക്കില്ല. ഒരു പക്ഷേ ഈ പ്രതിഷേധ മുദ്രാവാക്യത്തിലെ ചില പദങ്ങൾ കേട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് ആ ഗുണ്ടകൾ എന്ന്. ആത്മീയതയുടെ പേര് പറഞ്ഞ്, ജീലാനിയിലെ ഗുണ്ടകളെ, സുൽത്താൻ എന്നൊരു ഡാഷുമോനെ എന്നീ പദങ്ങളെല്ലാം കേട്ടപ്പോൾ ഒരുപക്ഷെ നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ് ആ ഗുണ്ടകൾ എന്ന്. ആ ഗുണ്ടാ തലവൻ, ആ ഗുണ്ടാ സംഘം ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ കൂടെയുള്ളവരുമാണ്. ഇദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് നിസാമുദ്ദീൻ സുൽത്താൻ, ആലുവ. ജീലാനി ഷെരീഫ് എന്ന പേരിൽ ആലുവയിൽ ഒരു ആത്മീയ കേന്ദ്രം നടത്തിപ്പോരുകയാണ് ഇദ്ദേഹം. ഇദ്ദേഹത്തിന്റെ പിതാവാണ് ആ ആത്മീയ കേന്ദ്രത്തിന് തുടക്കമിട്ടത്. അദ്ദേഹത്തിന്റെ മരണശേഷം ഇപ്പോൾ അവിടുത്തെ സുൽത്താൻ ഇദ്ദേഹമാണ്. എല്ലാ ആത്മീയ തട്ടിപ്പ് കേന്ദ്രങ്ങൾ എന്നതുപോലെ ഇതും ഒരു ഗുണ്ടാ കേന്ദ്രമാണ്. നിരവധി അക്രമങ്ങളാണ് ഇവർ നടത്തിയിട്ടുള്ളത്. ചെങ്ങമനാട് പഞ്ചായത്ത് ഓഫീസിലെ അക്രമം മുതൽ തുരുത്ത് ജുമാ മസ്ജിദിലെ അക്രമം മുതൽ അങ്ങനെ നീണ്ടുകിടക്കുന്നു ഇവർ നടത്തിയിട്ടുള്ള അക്രമങ്ങൾ. നമ്മൾ തുടക്കത്തിൽ കണ്ട ആ ചെറുപ്പക്കാരനെ അതിനിഷ്ഠൂരമായി കൊണ്ട് വെട്ടി വീഴ്ത്തുന്നതും ഇവിടത്തെ ഗുണ്ടകൾ തന്നെയാണ്. എന്നാൽ ഒരു മാധ്യമങ്ങളും ഇവരുടെ പേര് പറയില്ല, ഒരു അധികാര കേന്ദ്രങ്ങളും ഇവർക്കെതിരെ നടപടി എടുക്കില്ല. കാരണം അതിനെയെല്ലാം വിലക്ക് വാങ്ങാൻ സാധിക്കുന്ന പണം ഇവരുടെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് നാട്ടുകാർ എല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഇവർക്കെതിരെ പ്രതിഷേധ ശബ്ദമുയർത്തിയത്. ആ പ്രതിഷേധ പ്രകടനം ജീലാനി ഷെരീഫിന്റെ 100 മീറ്റർ അടുത്തെത്തിയപ്പോഴേക്കും പോലീസ് അതിനെ തടഞ്ഞു. തുടർന്ന് എല്ലാവരും അവിടെ തന്നെ ഒത്തുകൂടിക്കൊണ്ട് സുൽത്താനെതിരെയുള്ള പ്രതിഷേധ ശബ്ദം ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. ജാതി മതഭേദമന്യേ എല്ലാവരും ആ പ്രതിഷേധ സംഗമത്തിൽ ഒത്തുചേർന്നു. ഇനി നിങ്ങൾക്ക് കേൾക്കണ്ടേ ആരാണ് ഈ നിസാമുദ്ദീൻ സുൽത്താൻ എന്നത്? ഇദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് എൻ്റെ സുഹൃത്തായിട്ടുള്ള മുഷ്താഖ് കണ്ണൂരിൽ നിന്നുള്ള മുഷ്താഖ് അദ്ദേഹം വിളിച്ചു ചോദിക്കുകയാണ് ആരാണ് ഈ നിസാമുദ്ദീൻ സുൽത്താൻ എന്ന്. ഇവർ ഔലിയാണോ? ആര്? ഇന്നത്തെ കാലത്ത് ഔലിയാക്കളെ നേതാവാണോ ഇയാള്? ആരാണ് അദ്ദേഹത്തെ അങ്ങനെ ആക്കിയത്? അല്ല, നിങ്ങളെ പിന്നെ എങ്ങനെ പറഞ്ഞത് ഔലിയാക്കളെ നേതാവാണ്? ഇയാളെ കോലം കണ്ടാൽ സാധാരണ പള്ളിയിലെ ഒരു അതിന്റെ ബഹുമാനം പോലും കൊടുക്കാൻ തോന്നുന്നില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് ഔലിയാക്കളെ നേതാവ്. നിങ്ങൾ ആരും ചിരിക്കരുത്, ഇദ്ദേഹമാണത്രേ ഔലിയാക്കളുടെ നേതാവ്.
ആ ഔലിയാക്കളുടെ നേതാവാണ് ഒരു ചെറുപ്പക്കാരനെ ഇത്ര നിഷ്ഠൂരമായി കൊണ്ട് വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഇദ്ദേഹത്തിന് മുൻപ് ആരായിരുന്നു ഔലിയാക്കളുടെ നേതാവ് എന്ന് നിങ്ങൾക്കറിയണ്ടേ? അതെ, അപ്പൊ ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ 24 വർഷം ഇയാളുടെ കൂടെ എന്ന് പറയുന്നത്, അപ്പൊ 24 വർഷത്തിൽ എത്ര വർഷമാണ് നിങ്ങൾ ആലുവ സുൽത്താന്റെ കൂടെ ഉണ്ടായിരുന്നത്, എത്ര വർഷമാണ് ഇയാൾ കൂടെ ഉണ്ടായിരുന്നത്? അപ്പൊ നിങ്ങൾക്ക് എങ്ങനെയാണ് ആരെയാണ് നിങ്ങൾക്ക് ഔലിയായിട്ട് ആദ്യം തോന്നിയത്? ആലുവ സുൽത്താനുമായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ടത്. അതെ, ആലുവ സുൽത്താനാണ് നിങ്ങൾക്ക് ഹൃദയത്തിൽ ഈമാനെ വെളിച്ചം പകർന്നു നൽകിയത് അല്ലേ? അതെ അതെ അതെ. അപ്പൊ പിന്നെ എപ്പോഴാണ് നിങ്ങൾക്ക് ഇയാളെ ഔലിയായിട്ട് തോന്നിയത്? ആ മഹാൻ പറഞ്ഞു എന്നോട് ഇത് ഇവിടെ പിന്തുടരാനായിട്ട്. ഇനി ഇയാളുടെ കാലശേഷം ഇയാളുടെ മക്കൾക്ക് അവർ ആ പദവി കൊടുക്കും. അതായത് ഈ കോൺഗ്രസിന്റെ ഭരണത്തിൽ അച്ഛൻ മരിച്ചാൽ മകനക്ക് കിട്ടുന്ന മന്ത്രി പദവി, MLA പദവി പോലത്തെ ഒരു പദവിയാണ് നിങ്ങൾക്ക് ഈ മനുഷ്യനുള്ള ഔലിയ എന്ന് പറയുന്ന പദവി അല്ലേ? അതാണ് യഥാർത്ഥ പദവി. ഇദ്ദേഹത്തിന് മുൻപ് ഔലിയാക്കളുടെ നേതാവായിട്ടുള്ളത് ഇദ്ദേഹത്തിന്റെ പിതാവായിരുന്നു. പിതാവ് മരിച്ചു കഴിഞ്ഞ സമയത്ത് ആ ഔലിയ പട്ടം ഇദ്ദേഹത്തിന് കൊടുത്തു എന്നാ പറയുന്നത്. ഇത് വിശ്വസിക്കാനും നിരവധി ആളുകളാണ്. കാരണം ഇവിടെ നടക്കുന്ന മാസാന്ത സ്വലാത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി മലപ്പുറത്ത് നിന്നും കണ്ണൂരിൽ നിന്നും കാസർഗോഡ് നിന്നും ഒരുപാട് മണ്ടന്മാരാണ് ഈ പരിപാടിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെയുള്ള നാട്ടുകാർ കാത്തിരിക്കുകയാണ് ഈ ആത്മീയ തട്ടിപ്പ് കേന്ദ്രത്തിനെതിരെ സർക്കാർ, നമ്മുടെ പോലീസ് സംവിധാനം എന്ത് നടപടിയെടുക്കുമെന്നും. CCTVയിൽ കൃത്യമായി പതിഞ്ഞ ആ ദൃശ്യങ്ങളുണ്ടല്ലോ, ആ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് നടപടി പോലീസ് എടുക്കുമെന്ന് ജനങ്ങളെല്ലാവരും കാത്തിരിക്കുകയാണ്. അതിനുശേഷമായിരിക്കും ഇവിടെയുള്ള നാട്ടുകാർ അവരുടെ പ്രതിഷേധം ഏത് രീതിയിലായിരിക്കണമെന്ന് പിന്നീട് തീരുമാനിക്കുന്നത്. നിസാമുദ്ദീൻ സുൽത്താൻ എറിയുന്ന പണച്ചാക്കുകൾ കണ്ടുകൊണ്ട് നമ്മുടെ പോലീസ് സംവിധാനത്തിന്റെ കണ്ണ് മഞ്ഞളിക്കാതിരിക്കട്ടെ, നമ്മുടെ രാഷ്ട്രീയ നേതാക്കളുടെ കണ്ണ് മഞ്ഞളിക്കാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ്. എല്ലാവർക്കും നമസ്കാരം.